ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അല്ലെങ്കിൽ വേണ്ട, അതൊരു ഫോർമാലിറ്റി പോവല്ലേ. വേണ്ട, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് ഞാനിപ്പോൾ അവനെയും കൊണ്ട് എവിടെ പോവാന്ന്. മറ്റെങ്ങോട്ടും അല്ല കേട്ടോ. ഒരു 2-3 ദിവസമായി അമ്പുകൂട്ടം ഭയങ്കര വഴക്ക്, അമ്മൂമ്മ അപ്പൂപ്പനെയും കാണാൻ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ചയല്ലേ, ശനി ഞായറും അവധിയാണ്, നമുക്ക് 2 ദിവസം നിന്നിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെ അമ്പുക്കുട്ടനെ നേരെ സ്കൂളിൽ നിന്ന് വിളിച്ച് ഞങ്ങളിതാ പൊക്കോണ്ടേ ഇരിക്കുക. ശ്രീകുട്ടിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവൾക്ക് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല. ഉറങ്ങണ്ട, കരയണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരുന്നാൽ മതി. അങ്ങനെ അമ്പുക്കുട്ടനെയും വിളിച്ച് ഞാനും മേട്ടനും ശ്രീകുട്ടിയും അമ്പുക്കുട്ടനും കൂടെ അന്തമണ് എൻ്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. പണ്ട് പഠിക്കുന്ന സമയമൊക്കെ പറയുന്ന പോലെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ മൈലം പഞ്ചായത്തിലെ അന്തമണാണ് എൻ്റെ ഗ്രാമമെന്ന്. അതേപോലെ തന്നെ എപ്പോഴും പറയുക കേട്ടോ. എൻ്റെ നാടിൻ്റെ പേരാണ് അന്തമൺ. ഒരു മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. കുറേ പച്ചപ്പും വയലും തോടും മാറും എല്ലാം കൂടി ചേർന്നൊരു പ്രദേശമാണ് എൻ്റെ നാട്. എല്ലാവർക്കും ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോട്ടെ. പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുടെ മുമ്പിൽ നിർത്തി ഞങ്ങൾ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചു. ഇടിച്ചെന്ന് ചായയും കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ കടിയൊക്കെ വാങ്ങിച്ച് വണ്ടിയിലേക്ക് കയറി. ഇനിയിപ്പം വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ ഞങ്ങളുടെ അന്തമൺ പാലമൊക്കെ എത്തി. കണ്ടില്ലോ, അന്തമൺ ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്ന്. അങ്ങനെ അമ്പുകുട്ടൻ അന്തമൺ എത്തിയതിൻ്റെ സന്തോഷം എല്ലാം മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ വീടൊക്കെ എത്തി കേട്ടോ. വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിച്ചെന്ന് ഏട്ടൻ്റെ എപ്പോഴത്തെയും പോലെ ഏട്ടൻ്റെ ആദ്യത്തെ പരിപാടി, ഏട്ടൻ നട്ടു വെച്ച മുളകും ചീരയും വാഴയും ഒക്കെ അതേപടി തന്നെ നിപ്പുണ്ടോ എന്ന് ആദ്യം ഒരു സെർച്ച് ചെയ്യലുണ്ട്. മൊത്തത്തി ഒന്ന് തപ്പിപ്പരതി എല്ലാം ഒന്ന് നോക്കിയിട്ടാ പിന്നെ വീടിനകത്തോട്ട് പോലും കയറുന്നത്. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേനൊരു പുഴുവിനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് കാണിച്ച്. നിങ്ങൾക്കൊക്കെ അറിയാമോ എന്താ ഈ പുഴുവിന് പറയുന്ന പേരെന്ന്? ഏട്ടൻ നട്ട കാന്താരിയും ചീനിയും ഒക്കെ ഇങ്ങനെ എന്നെ വിളിച്ച് കാണിച്ചു തരുന്ന കണ്ട എൻ്റെ കാന്താരിക്കകത്തൊക്കെ ഇഷ്ടംപോലെ മുളകായെന്നും പറഞ്ഞിട്ട്. ഏട്ടന് നാളെ ബലിയിടാൻ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കൈലിയോ തോർത്തോ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ പോയിട്ടൂർ നമ്മുടെ സ്ഥിരം തുണിക്കടയായ അഞ്ചേരി ടെക്സ്റ്റൈൽസിലോട്ടൊന്ന് പോയി. അവിടെ നിന്ന് പോയി ആവശ്യമുള്ള കൈലിയും തോർത്തും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ അതിന് തൊട്ടടുത്ത് നമ്മുടെ സ്ഥിരം ഒരു ബേക്കറി ഉണ്ട്, അശ്വതി ബേക്കറി. അവിടെ കയറി അമ്മുവിൻ്റെ സ്ഥിരം പടിയായ ലഡുവും സിപ്പപ്പും ഒക്കെ വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. കൂട്ടുകാരെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.